റിട്ടയർ ചെയ്തു. മഹാരാജാസ് കോളേജിൽ തന്നെ പഠിച്ച ചങ്ങമ്പുഴ പറഞ്ഞത് പ്രേമം മൃതി പോൽ ശക്തം, അസൂയയോ ശവക്കല്ലറ പോലെ അതി കഠിനം. SK സാർ ഇപ്പൊ കവിതയെ കോട്ട് ചെയ്തതുകൊണ്ട് ഞാനും അതിന്റെ ഒരു തുടർച്ചയായിട്ട് പറയാം. ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ പറ്റിയാൽ അതല്ലേ ജയം എന്ന് വൈലപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളുടെ ദാമ്പത്യത്തെ കുറിച്ചുള്ള നിർവചനത്തിൽ നാം അതിനെ കൊലക്കുടുക്കായിട്ടാണോ കാണുന്നത്, ഊഞ്ഞാലായിട്ടാണോ കാണുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ജയം. ഞാൻ ഇന്നിവിടെ ഒരു ഇത് കൊണ്ടുവന്നത് ഒരു 50 വർഷം വിവാഹ വാർഷികം ആഘോഷിച്ചൊരു ഫോട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇനി ഇതുപോലത്തെ ഒരു പടങ്ങളൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ പിന്നെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ്, നമ്മളിപ്പം ഞാനൊരാൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ഐഡിയോളജി. അതായത് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് മാരേജിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു മാരേജിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഞാനും എൻ്റെ പാർട്ട്ണറും ഇരുന്ന് സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ പുതിയ ജനറേഷൻ വളരെ പ്രാക്ടിക്കലാണോ? പ്രാക്ടിക്കലാണ്. ഇന്നത്തെ കാലത്ത് ഈ പോയിരുന്ന സംസാരത്തില് മോഹൻലാലും മമ്മൂട്ടി ഒന്നും ചർച്ചാ വിഷയമല്ല അവിടുത്തെ, അല്ല മറ്റു പലതും. സാർ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് ഈ മറ്റു പല സംസാരം എന്നൊരു ടോപ്പിക്ക് വരുന്നത്. നമ്മൾ ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നുള്ളത്, ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ഒരു ജനറൽ പബ്ലിക്കിന് അവർ തമ്മിൽ അതാണ് ഇതാണ് എന്ന് പറഞ്ഞു പരത്താനുള്ള ഒരു കാര്യമല്ല. ഞങ്ങളുടെ പ്രൈവസിയാണ്. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ അവിടെ മോഹൻലാലും മമ്മൂട്ടിയല്ലെന്ന്, ഞങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? ഞാൻ കഴിഞ്ഞ 10 വർഷമായി പ്രശ്നം തുടങ്ങി. 10 വർഷമായിട്ട് ഭാര്യ ഇല്ലാതെ ജീവിക്കുന്ന പ്രശ്നം വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കും, പക്ഷേ എൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ ഫോക്കസ് ചെയ്യുന്നു. നാളെ എൻ്റെ മക്കൾ പറയും അമ്മയും അങ്ങനെയായിരുന്നു, തന്തയും കൂടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും? അങ്ങനെ ഒരു കുട്ടി പറയണമെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്നും പഠിപ്പിച്ചു വിടണം. പങ്കാളിയെ സ്വയം കണ്ടെത്തി നടത്തുന്ന വിവാഹങ്ങൾ പലതും ഇവിടെ ഫെയിലിയറായി. ഈ പൊതുപ്രവർത്തകയായ ആ മാഡം ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട്, ഞാൻ വിവാഹ ജീവിതം ആഘോഷിക്കുന്നു, ഭാര്യ ഭർത്താവിനോട് കടപ്പപ്പെട്ടിരിക്കുന്നു, എന്റെ താലി എനിക്ക് അടയാളമല്ല, ഈ പുരുഷനെ എനിക്ക് താലി ഊരി വെച്ചു, ഈ താലി എന്റെ ഭർത്താവിന് അടയാളപ്പെടുത്താൻ എനിക്ക് താലി അല്ല ആവശ്യം, എന്റെ ഹൃദയത്തിലാണ് ആ സ്ഥാനം എന്ന് അടിവരയിട്ട് പറഞ്ഞ ആ മാഡം പറയുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കണമെന്നും പാരമ്പര്യമായി പൗരാണികമായി അച്ഛനും അമ്മയും പഠിപ്പിച്ചു വന്ന അതേ പാതയിൽ പിന്തുടരണമെന്നും ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഒരിക്കലുമല്ല തെറ്റായ കാര്യങ്ങൾ ചേട്ടൻ പ്രചരിപ്പിക്കരുത്. എന്റെ കല്യാണം പരമ്പരാഗതമായ രീതിയിൽ എന്റെ പേരൻസ് നടത്തിയ കല്യാണമാണ് എന്ന് പറഞ്ഞതിൽ നിന്നാണ് ആ ചേട്ടൻ അത് എടുത്തത്. അത് എന്റെ പേരൻസിന്റെയോ എന്റെ പാർട്ട്ണറുടെ പേരൻസിന്റെയോ കഴിവായിരുന്നില്ല. അത് എന്നെയും എൻ്റെ അമ്മയും എൻ്റെ പാർട്ട്ണറിൻ്റെ അമ്മയും സഹപാഠികളായിരുന്നു. അപ്പോൾ അവർക്ക് ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തപ്പോൾ ഇവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചാലോ എന്നൊരു ചിന്തയിൽ നിന്ന് വന്ന ഒരു വിവാഹാലോചനയാണത്. ആ വിവാഹാലോചനയിൽ എൻ്റെ പാർട്ട്ണർ ഇത്രയും എന്നോട് കണക്റ്റഡ് ആയത് എൻ്റെ പേരൻസ് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ക്യാരക്ടറിൽ ചുഴിഞ്ഞു നോക്കിയത് കൊണ്ടല്ല. സത്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.